നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവര് എനിക്ക് ശത്രു തന്നെയാ, ശത്രു മാത്രമാ, മനസ്സിലായേ? 1-2 കൊല്ലമല്ല ഇരുമ്പഴിക്കുള്ളിൽ ഞാൻ കഴിഞ്ഞത്, 20 വർഷത്തിന് മുകളിലാ. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ നിന്നെ എനിക്ക് കണ്ടുകിട്ടി. അച്ഛൻ ഈ ലോകത്ത് നീ അല്ലാതെ വേറെ ആരുമില്ല മോളെ. ആരെയും ദ്രോഹിക്കണമെന്ന് അച്ഛന് ഒരാഗ്രഹവുമില്ല. പക്ഷെ അച്ഛനെ തേടി ഒരുത്തി വന്നാ അവളെ ഞാൻ വെറുതെ വിടുകയില്ല. ഇവിടുന്ന് എടുത്തോട്ടല്ലേ സിനി? യെസ് മാം. ഡ്രൈവർ ലെഫ്റ്റിലോട്ട് പോ. മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് ബിസിനസ്സിലൊരു പരാജയം മാത്രമാണ്. പക്ഷെ ഗാഥയോട് ഞാൻ എന്ത് ചെയ്യുന്നു പറയും? തൽക്കാലം സംഭവിച്ചതൊന്നും പറയാതിരിക്കുന്നതല്ലേ നല്ലത്. യസിനെ, എന്റെ പരാജയം മോൾ അംഗീകരിക്കില്ല. അതും അയാളുടെ മുന്നിലുള്ള പരാജയം. ഗാഥ അതറിയാതെ നോക്കണം. ഹലോ സാർ. ടാർസ കണ്ടെത്തിയോ അവളെ? കണ്ടു സാർ, ഞങ്ങൾ അവരുടെ പുറകെ തന്നെ ഉണ്ട്. ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെട്ട അത് ശ്രീനിവാസ് ഓർഗനൈസ് ചെയ്തതാണെന്നേ സിത്താര വിചാരിക്കൂ. നിങ്ങളെ ശ്രീനിവാസ് അയച്ചതാണെന്ന് അവളോട് പറഞ്ഞിരിക്കണം. അത് ഞാൻ നോക്കിക്കോളാം സാർ. പിന്നെ എന്ത് വേണം സാർ? കൊല്ലണോ അതോ? കൊല്ലണ്ട, നല്ല പരിക്കുണ്ടാവണം. കുറെ കാലം സിത്താര മറക്കാത്ത രീതിയിൽ. മനസ്സിലായി സാർ. മുറിവിൽ തഴുകി നോക്കുമ്പോഴെല്ലാം അവളുടെ പ്രതികാരം ആളിക്കത്തണം, അതല്ലേ? യെസ്, ഞാൻ നോക്കിക്കോളാം സാർ. സിത്താരയുടെ കയ്യില് അവളുടെ തോക്കുണ്ടാവും. ഉണ്ടായിക്കോട്ടെ സാർ. എതിരാളിയുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരിക്കുന്നത് ഒരു ത്രില്ലല്ലേ? എനിക്കതൊരു പ്രശ്നമല്ല സാർ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഏൽപ്പിച്ച ജോലി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം സാർ. ആ, ഓക്കെ. നമുക്ക് നേരെയാണല്ലോ മോളെ പോണ്ടേ? നമുക്ക് നേരെയാണല്ലോ പോകണ്ടേ? ചേട്ടാ, ഈ വഴി ക്ലോസ് ചെയ്തിരിക്കണോ? പഴയ പാലത്തിലെ പണി നടക്കുക സാറേ, വണ്ടി പോവില്ല. ഓ, ഞങ്ങൾക്ക് ഹൈവേയിലോട്ടൊന്ന് കയറണമായിരുന്നല്ലോ. ഇടത്തേക്ക് തിരിഞ്ഞ് പോയാൽ മതി സാറേ. കുറച്ച് ചുറ്റുണ്ട്, പക്ഷേ ഹൈവേ ചെന്ന് കയറും. ആ, ഓ, താങ്ക് യു. ആ, ശരി. മോളെ, പഴയ പാലത്തിന്റെ പണിയൊന്നും ആയിരിക്കില്ല. പഴയ പാലം പൊളിക്കല ഇപ്പോഴത്തെ ഉമ്മാരുടെ ഒരു ട്രെൻഡ്.
മാം ഇതൊരു ഒറ്റപ്പെട്ട വഴിയാണല്ലോ. എന്ത് ചെയ്യാനാ, മെയിൻ റോഡ് ബ്ലോക്ക് അല്ലേ? കുറെ നേരമായിട്ട് ആ വണ്ടിക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ മാം. ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു. ചിലപ്പോ നമ്മളെ പോലെ വഴിതിരിഞ്ഞു വന്ന ആരെങ്കിലും ആയിരിക്കും. സൂക്ഷിക്കണം മാം. എവിടെയൊക്കെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ ചുറ്റും ആരും കാണാൻ പോലും ഇല്ല. ഒന്നുമില്ല, യു ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. മാം അവന്മാര് പിന്നാലെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ പോകുന്ന അതേ സ്പീഡിൽ തന്നെ. മാം തുറക്കടി, തുറക്കാൻ തുറക്കാമല്ലോ. ഇറങ്ങ്. ഇറങ്ങ്. ഇങ്ങോട്ട് സിനി, വണ്ടി തന്നെ ഇരുന്നാ മതി. ഇറങ്ങല്ലേ, ഇറങ്ങ്. ഇറങ്ങ്. നീ ഞങ്ങളുടെ ശ്രീനിവാസ സാറിനെ വെല്ലുവിളിക്കും അല്ലേടി? ശ്രീനിവാസ് സാറിനെ ഒരാൾ എതിർത്താൽ അങ്ങ് കൊന്നേക്കാനാ ഞങ്ങളോട് പറഞ്ഞേക്കുന്നേ.